Hello. Welcome to Market Discussion of the Day. Today, 17th of November 2025, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ വീക്കിലും പറയുന്നത് പോലെ ആ വീക്കിലെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ആദ്യമേ പറഞ്ഞു പോവാം. അതിന് ശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോവുകയും ചെയ്യാം. സോ ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പുതിയ ബാച്ച് നമ്മളുടെ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടന്നു പോകുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആഴ്ച പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാരണം മാർക്കറ്റ് റേഞ്ചിനകത്ത് തന്നെ ആയിരിക്കും, അതുകൊണ്ടിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ന്യൂസും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പോലും ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞു പോകട്ടെ. നാളെയും നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് പിന്നീട് മറ്റന്നാളാണ് ഫസ്റ്റിൽ ഒരു ന്യൂസ് വരുന്നത്. അതും യൂറോയിൽ നിന്ന് CPIയുടെ ന്യൂസാണ് വരുന്നത്. ഡയറക്റ്റ്ലി യൂറോനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് കൂടെയാണ്. ബുധനാഴ്ച തന്നെ വൈകുന്നേരം 3:30 ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, എല്ലാ ബുധനാഴ്ചയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും മാർക്കറ്റിലൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയൊരു ചേഞ്ച് ഒന്നും ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. 1:30 മണിക്ക് വ്യാഴാഴ്ച നമുക്ക് 1:30 മണിക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് 3 മണിക്ക് വരുന്നുണ്ട്. ഇതെല്ലാം UK ടൈമിങ്ങിലാണ് വരുന്നത്. ഓക്കെ, സോ അതിനുശേഷം ECB പ്രസിഡന്റ് വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ആഴ്ചത്തെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് റേഞ്ച് അടിസ്ഥാനമാക്കി നമുക്ക് ട്രേഡ് ചെയ്ത് പോകാനും പറ്റും. പ്രത്യേകിച്ച് നമുക്ക് കറൻസീസിൽ ഗോൾഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ഗോൾഡ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സ്ഫോടനം വരെ സംഭവിക്കാം. എന്തെങ്കിലും ന്യൂസ് പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗോൾഡിൽ അത് വലിയ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലമായി ഇപ്പം US നിന്ന് ന്യൂസ് വന്നിട്ട്, കാരണം US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ എന്തെങ്കിലും ന്യൂസ് അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. എന്താ പറയുക, കുറേ ന്യൂസുകൾ വരാതിരുന്നത് കൊണ്ടിട്ട് തന്നെ എന്തെങ്കിലും ന്യൂസുകൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPYയിലോട്ട് തന്നെ പറഞ്ഞു പോവാം. JPY നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 154.719 നിൽക്കുന്നു. നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നല്ലേ, 154 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി 153.60 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്, അതിൻ്റെ ബോഡി പോയിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ മാത്രമാണ് 154 താഴെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു താഴോട്ട് പോക്കല്ലായിരുന്നു അല്ലേ. 154 അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞ ആൾക്കാരടുത്ത് 153.40 താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. ആ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അവരെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് 700 പിപ്പിൻ്റെ പ്രോഫിറ്റിൽ നിൽക്കുകയാണ്. സോ നമുക്ക് ഈ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 155 വരെയാണ് നമുക്ക് ഈ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ വെച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 155 അവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്ന് 154 അവിടെ തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്. അപ്പം 155 വരെ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. 154.90, 154.80 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ,
സോ വീണ്ടും നമുക്ക് 154 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 155 അവിടെ നിന്ന് നമുക്ക് ടേക്ക് പ്രോഫിറ്റും എടുക്കാം. 155 എക്സാക്ട്ലി വരും എന്നല്ല, 154.9, 154.8 ആ റേഞ്ചിലൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ചും പോവാം. പഴയ സ്റ്റോപ്പ് ലോസ് തന്നെ 153.40 അവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇപ്പം 154 അവിടെ വെറുതെ പോയി എടുക്കണം എന്നുള്ളതും അല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഓപ്പണിങ്സും ക്ലോസിങ്സും ഒക്കെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇല്ലെങ്കിലും ചെയ്തു പോകുന്നത് കൊണ്ടിട്ട്, ഈവൻ ബൈ ഓർഡർ ഇട്ട് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നോക്കിയിരിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക്. ഓക്കെ, പക്ഷേ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും കൃത്യമായിട്ട് ഇടണം എന്നുള്ളൊരു കാര്യം മറക്കാതെ ഇരിക്കുക. ഓക്കെ, സോ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ യൂറോയിലോട്ട് വരാം. യൂറോ 1.15981 നിൽക്കുന്നു. സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ 1.1500 എന്ന് ബൈ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബൈ എൻട്രി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 1.1650 വരെയൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു മാർക്കറ്റ് വന്നിട്ടുമുണ്ട്. ഈവൻ വെള്ളിയാഴ്ച നമുക്ക് 1.16 അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ 1.1650, അതായത് ഒരു 50 പിപ്പിന്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അവിടുന്ന് നമുക്ക് 1.1650 അല്ലെങ്കിൽ 1.1700 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അവരെല്ലാവരും നല്ലൊരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ 50 പിപ്പിന്റെ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. വീണ്ടും നമുക്ക് 1.1500 അവിടെ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി ഉണ്ട്. നേരെ മറിച്ച് ഇന്ന് രാത്രി അവസാനിക്കുന്നത് 1.1600 മുകളിലാണ് എങ്കിൽ നാളെ രാവിലെ 7:30 മണി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.1600 അവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. നമുക്ക് നമ്മുടെ യൂറോയിൽ എനിക്ക് എടുത്ത് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പി ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.31675 നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് 2-3 ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം 1.3100 to 1.3200 വരെ ഈ റേഞ്ചിൽ കിടന്ന് കളിക്കുമായിരുന്നു ജി ബി പി അല്ലേ. സോ ബേസിക്കലി ഈ ആഴ്ചയും സെയിം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നും നമുക്ക് സെയിം തന്നെയാണ് പറയാനായിട്ടുള്ളത്. 1.3100 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ ബൈ കിട്ടണം എന്നുണ്ടെങ്കിൽ 1.3140 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, 1.3140 ഒരു പ്രോപ്പർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈവൻ അവിടുന്ന് വേണമെങ്കിലും ചെറിയ ലോട്ടുകൾ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3140 അവിടുന്ന് ചെറിയ ലോട്ട് ബൈ ചെയ്തിട്ട് കൂടുതൽ ലോട്ട്, അപ്പോൾ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 0.5 ലോട്ട് നമുക്ക് 1.3140യിലും ബാക്കി 0.5 ലോട്ട് 1.3100യിലും നമുക്ക് വെക്കാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കുന്ന ആൾക്കാർക്ക് 1.3080 അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം. കാരണം 1.3080 ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും 1.300 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ജി ബി പിയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേണമെന്നുള്ള ആൾക്കാർക്ക് 1.3200 തന്നെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാം. ഇല്ലെന്നുള്ള ആൾക്കാർക്ക് ലോങ്ങർ ടേമിലോട്ട് ഇട്ട് 1.3500 വരെയൊക്കെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്രയും വരെ വെയിറ്റ് ചെയ്യേണ്ട. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായി, അറ്റ്ലീസ്റ്റ് ഒരു 1:2 റേഷ്യോയിലൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 4084 നിൽക്കുന്നു. ഗോൾഡിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. കാരണം രാവിലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് UK-യിൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 800 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 800 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് വിത്തിൻ സം ഫ്യൂ അവേഴ്സ്, 7-8 മണിക്കൂർ കൊണ്ടിട്ട് ഓൾമോസ്റ്റ് 800 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഗോൾഡിലുണ്ടായി. എവിടെയും റെസിസ്റ്റൻസ് ഒന്നും ആകുന്നില്ല. മാർക്കറ്റ് ഓപ്പൺ ആയത് നിങ്ങൾക്കറിയാം. മാർക്കറ്റ് എവിടെയാണ്, വെള്ളിയാഴ്ച തന്നെ ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി. 4000 എന്താ പറയുക, വെള്ളിയാഴ്ച തന്നെ 4030 അടുത്തൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 4000 മാർക്കറ്റ് ഓപ്പൺ ആയത് ആക്ച്വലി 4085 മുകളിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്.
ഓക്കെ, 85ൻ്റെ മുകളിൽ പോയി മാർക്കറ്റ് ഓൾമോസ്റ്റ് 4107 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. പിന്നീട് ഒരു വലിയൊരു ഡ്രോപ്പ് വന്നു. മാർക്കറ്റ് എവിടെ വരെ പോയി? 4050 വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 550 പിപ്പിൻ്റെ 800 അല്ല 550 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ആക്ച്വലി രാവിലെ തൊട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 4050 എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, പക്ഷെ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് ബൈ എടുക്കണമെന്ന് എനിക്ക് യാതൊരു റെക്കമെൻഡേഷനും ഇല്ല. 4030 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ ബൈ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. നമ്മൾ ഒരു $10,000 അക്കൗണ്ടുള്ള ആൾക്കാർ മാക്സിമം പോയി കഴിഞ്ഞാൽ 0.2 ലോട്ടിൽ കൂടുതൽ എടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലേ. സോ 0.2 ലോട്ടിൽ നമുക്കൊരു $30 അല്ലെങ്കിൽ $25 സ്റ്റോപ്പ് ലോസ് വെച്ചാലും 4 സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ വരെ $1000 ഒരു ലോസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. $10,000 $1000 ലോസ് വന്നാലും വലിയ കുഴപ്പമില്ല അല്ലേ. സോ അവിടെ നമ്മൾ മിനിമം നമ്മൾ 1:1.5 $25 സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാർ മിനിമം $37.5 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ 4 ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു 10 ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് 5 നമുക്ക് പ്രോഫിറ്റും 5 ലോസ് ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ചെയ്യാം എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് 4030 ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ഡിഫൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഡിഫൈൻ ചെയ്യാതെ ഒരു കാരണവശാലും ഈ കൈൻഡ് ഓഫ് മാർക്കറ്റിൽ ഇറങ്ങാതിരിക്കുക. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. മാർക്കറ്റ് 4380 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അവിടെ വരെ പോകും എന്ന് എക്സ്പെക്ട് ചെയ്താൽ ആ മാർക്കറ്റ് അവിടെ വരെ എത്തില്ല. കാരണം ഞാൻ പല ആൾക്കാരോട് സംസാരിച്ച് പല ആൾക്കാർക്ക് നല്ല ബൈ പൊസിഷൻസ് ഉണ്ട്. അവർ പ്രോഫിറ്റ് എടുത്ത് മാറാത്തതിൻ്റെ പേരിൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഒന്ന് താഴോട്ട് വന്നപ്പോൾ അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോയി. അവർ ലോസിലല്ല അവസാനിപ്പിച്ചത്, പക്ഷേ പ്രോഫിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിലോട്ട് പോയി. സോ നിങ്ങൾക്ക് ലോങ്ങർ ടേമിലോട്ട് ഓക്കെ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്ത് ഈ ഒരു മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് എടുക്കണ്ട എന്നുള്ള ആൾക്കാരാണെങ്കിൽ ബേസിക്കലി ഇപ്പോൾ 4030 ഒരാൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കറ്റ് മുകളിലോട്ട് പോയി അറ്റ്ലീസ്റ്റ് ഒരു 4060 മുകളിലായിട്ട് മാർക്കറ്റ് കയറുന്ന ആ ഒരു ടൈമിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അതായത് നിങ്ങൾ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മാറ്റി ഒരു $25 ആ സ്റ്റോപ്പ് ലോസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ടേക്ക് പ്രോഫിറ്റ് 4030 അടുത്ത് കെട്ടിട്ടുള്ള ആൾക്കാർ ആ സ്റ്റോപ്പ് ലോസ് 4030 നമ്മൾ ഒരു ബൈ ചെയ്ത് കഴിഞ്ഞാൽ $25 സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4005 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, സോ സപ്പോസ് മാർക്കറ്റ് 4060 മുകളിലായിട്ട് കയറി അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, 1-2 1 അവർ ക്യാൻഡിൽ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് 4005 മാറ്റി 4055 കൊണ്ടുവെക്കാം. ഓക്കെ, സോ സപ്പോസ് മാർക്കറ്റ് താഴോട്ട് പോയാലും നമ്മൾ $25 പ്രോഫിറ്റിലായിരിക്കും അല്ലേ. സോ അത് ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് $2500, 0.1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് $250 പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നോ, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എത്ര ആണ് പോകുന്നതെന്ന് വെച്ചാൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിയാൽ മതി. അല്ലാതെ നമ്മളൊരു പ്രോഫിറ്റിലായ പൊസിഷൻ ഒരു കാരണവശാലും ലോസിലോട്ട് കൊണ്ടുവരാതിരിക്കുക. കാരണം അങ്ങനെ പ്രോഫിറ്റ് കണ്ട ഒരു പൊസിഷൻ നമ്മൾ ലോസിലോട്ട് കാണുമ്പോഴാണ് നമ്മളുടെ ഇമോഷൻ വർക്കാവുന്നതും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ലോസിലോട്ട് പോകുന്നതും. ഓക്കെ, സോ ഈ ഒരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട ആ ഒരു സ്റ്റോപ്പ് ലോസ് മാറ്റി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്ത് മാത്രം സ്വിംഗ് ട്രേഡിലോട്ട് പോവുക. അല്ലെങ്കിൽ എന്താ പറയുക, ലോങ്ങർ ടേമിലോട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് 4300 എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ മാത്രം ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. പല ആൾക്കാരും പുതിയ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ അല്ലെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത്, ഏതൊരു ബ്രോക്കർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടത് അതിൻ്റെ റെഗുലേഷനാണ്. സോ റെഗുലേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് UAE ബേസ് ചെയ്തിട്ടുള്ള SCയുടെ റെഗുലേഷൻ ഉണ്ട്, അതേപോലെ UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷനും ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞത്. ഇതെല്ലാം ഭയങ്കര നല്ല റെഗുലേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ അതിൻ്റെ കൂടെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വാപ്പ് ഫ്രീ ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ACN അക്കൗണ്ടും അതേപോലെ STP അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിലുള്ള ഡെപ്പോസിറ്റ് ബോണസ് ആണ് ഇവരുടെ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഒരു കാര്യം. കാരണം UK ക്ലയൻസ് അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലയൻസിന് ഇവർ 100% ബോണസ് ആണ് കൊടുക്കുന്നത്. അതായത് $1000
100%, 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് $2000 ട്രേഡ് ചെയ്യാം. ബാക്കിയുള്ള എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, അതായത് $2000 ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കിയുള്ള ആദ്യത്തെ 1000-ൻ്റെ 100% 1000 എക്സ്ട്രാ കിട്ടും. ഇപ്പം 2000 കിട്ടി അല്ലേ, ബാക്കിയുള്ള 1000-ൻ്റെ 20%. ഇപ്പം ടോട്ടൽ ഓൾമോസ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് $2000 ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $3200 നമുക്ക് ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അവിടുത്തെ ബെനിഫിറ്റ്. നേരെ മറിച്ച് ഇന്ത്യൻ ക്ലയൻസ് ആണ് എങ്കിൽ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1500 50% ആണ് കൊടുക്കുന്നത്. ടോട്ടൽ ഡെപ്പോസിറ്റിന്റെ 20% ആയിരിക്കും കൊടുക്കുന്നത്. അതായത് $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ്, സോ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും എന്നുള്ളത് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ബേസിക്കലി ഈ പറയുന്ന സ്റ്റാർട്ട് ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ലിങ്ക് ദുബായ് ക്ലയൻസ് ആണെങ്കിൽ പ്രത്യേകം വേറൊരു ലിങ്കാണ്, ആ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ നിങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റെഫറൻസ് കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ത്രൂ ചെയ്താലും കുഴപ്പമില്ല. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തു പോവുകയും ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. രജിസ്ട്രേഷൻ ടൈമിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ, എൻ്റെ ലാപ്ടോപ്പിലെ ചാർജ് തീരാറായി കേട്ടോ, അതുകൊണ്ടിട്ടാണ് ഈ ഒരു ഇത് ചേഞ്ച് ആയത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.